കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും സജീവമായ ചർച്ചാവിഷയമാണ് കോൺഗ്രസിനുള്ളിലെ അധികാര തർക്കങ്ങൾ. എന്നാൽ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ തന്നെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി പാർട്ടിയിൽ ആരംഭിച്ചിരിക്കുന്ന പരസ്യമായ പോര് രാഷ്ട്രീയ വൃന്ദങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിക്കുകയാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രസ്താവനകളും അതിന് KC വേണുഗോപാൽ നൽകിയ മറുപടിയും പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളും കോൺഗ്രസിനുള്ളിലെ വലിയൊരു പൊട്ടിത്തെറിയുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തിരികൊളുത്തിയത് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. KC വേണുഗോപാൽ നേതൃത്വം നൽകുന്ന ഒരു കാലത്തിനായി കാത്തിരിക്കുന്നുവെന്ന തരത്തിലായിരുന്നു പോസ്റ്റിന്റെ ഉള്ളടക്കം. ഒരു നേതാവിന്റെ മഹത്വം പദവിയിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യത്തിലാണെന്നും താഴെത്തട്ടിൽ നിന്നും സംഘടനയെ അനുഭവിച്ച് വളർന്നവർക്കേ പ്രവർത്തകരുടെ മനസ്സറിയാൻ കഴിയൂ എന്നും സുധാകരൻ കുറിച്ചു. നേരത്തെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചിരുന്ന സുധാകരൻ പെട്ടെന്നൊരു ദിവസം KC വേണുഗോപാലിനെ ഉയർത്തിക്കാട്ടുന്നത് രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും കരുതപ്പെടുന്നു. ഇത് വെറുമൊരു പുകഴ്ത്തലല്ല, മറിച്ച് നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ വെട്ടാനുള്ള ഒരു പൂഴിക്കടകൻ പ്രയോഗമാണ്. രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ അങ്ങനെയാണ് കാണുന്നത്. തന്റെ പേര് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടപ്പോൾ വളരെ തന്ത്രപരമായ നിലപാടാണ് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സ്വീകരിച്ചത്. തന്നെ പുകഴ്ത്തിയ സുധാകരനെ തള്ളിപ്പറയാതെ തന്നെ പരസ്യമായി ഇത്തരം ചർച്ചകൾ പാർട്ടിക്ക് ഇപ്പോൾ ഗുണകരമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ പ്രധാന വശങ്ങൾ ഇവയാണ്. മുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് തെരുവിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും പാർട്ടിക്കുള്ളിൽ അതിനായി കൃത്യമായ വേദികൾ ഉണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഫലം വരുന്നതുവരെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കും. ജയിച്ചു വരുമ്പോൾ നേതാക്കൾ ഒന്നിച്ചിരുന്ന് തീരുമാനമെടുക്കും. പാർട്ടിക്ക് ഒരു ഹൈക്കമാൻഡും നേതൃത്വവും ഉണ്ട്. കാര്യങ്ങൾ സുഗമമായി നടക്കും. ആരും ആശങ്കപ്പെടേണ്ടതില്ല. രാജ്യം വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ തർക്കങ്ങളിൽ തനിക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. KC വേണുഗോപാലിന്റെ ഈ പ്രതികരണം പാർട്ടിക്കുള്ളിലെ അച്ചടക്കം കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കരുതപ്പെടുന്നത്. കോൺഗ്രസിലെ നിലവിലെ പ്രശ്നങ്ങളുടെ കാതിൽ സുധാകരനും സതീശനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. KPCC അധ്യക്ഷനായി സുധാകരൻ ചുമതലയേറ്റ കാലം മുതൽ തന്നെ സതീശനുമായി അത്ര നല്ല ബന്ധമായിരുന്നില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെ പരിഹസിച്ചുകൊണ്ട് സുധാകരൻ രംഗത്തെത്തിയത് ഇരുവരും തമ്മിലുള്ള അകലം വർദ്ധിച്ചു. സുധാകരന്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ ചില വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നു. കണ്ണൂരിൽ മത്സരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമായി തിരിച്ചുവരാനുള്ള സുധാകരന്റെ ആഗ്രഹത്തിന് സതീശൻ തടയിട്ടു എന്നതാണ് പ്രധാന ആരോപണം. സിറ്റിംഗ് MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട ഹൈക്കമാൻഡ് തീരുമാനത്തിന് പിന്നിൽ സതീശന്റെ കടുംപിടുത്തമാണെന്നും സുധാകരൻ പക്ഷം ആരോപിക്കുന്നു. കണ്ണൂർ നഗരസഭയിലെയും മറ്റും സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്റെ അഭിപ്രായം മാനിച്ചില്ല എന്ന പരാതിയും സുധാകരനുണ്ട്. ചുരുക്കത്തിൽ ആര് മുഖ്യമന്ത്രിയായാലും VD സതീശൻ ആ സ്ഥാനത്തേക്ക് വരുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സുധാകരൻ കരുക്കൾ നീക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി. കേരളത്തിൽ UDF തരംഗമാണെന്നും സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ഫലം വന്നതിനു ശേഷമാണെന്നും പരസ്യ പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കൾക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള ഈ ചേരിതിരിഞ്ഞുള്ള പോര് ഹൈക്കമാൻഡിനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കൾ പരസ്യ പ്രസ്താവനകളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ വിജയ സാധ്യതയെ ഇത്തരം വിവാദങ്ങൾ ബാധിക്കുമോ എന്ന ആശങ്കയും ഹൈക്കമാൻഡിനുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസിൽ AI ഗ്രൂപ്പുകൾ തമ്മിലായിരുന്നു പ്രധാന മത്സരമെങ്കിൽ ഇന്നത് മാറിയിരിക്കുന്നു. ഇപ്പോൾ നേതാക്കൾ കേന്ദ്രീകൃതമായ പുതിയ ഗ്രൂപ്പുകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സുധാകരന്റെ നിലപാട് മാറ്റം I ഗ്രൂപ്പിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ പിന്തള്ളി KC വേണുഗോപാലിനെ സുധാകരൻ പിന്തുണയ്ക്കുന്നത് I ഗ്രൂപ്പിലെ പുതിയ ചേരിതിരിവുകളെയാണ് സൂചിപ്പിക്കുന്നത്. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ ഒരു വശത്തും സതീശനെ അനുകൂലിക്കുന്നവർ മറുവശത്തും അണിനിരക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ സുധാകരൻ ഇപ്പോഴും വലിയ സ്വാധീനമുള്ള നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് ഫലം അതിനിർണായകമാണ്. എന്നാൽ അധികാരം കിട്ടുന്നതിന് മുൻപുള്ള ഈ പടലപ്പിണക്കങ്ങൾ പാർട്ടിക്കുള്ളിലെ ഐക്യമില്ലായ്മയാണ് തുറന്നു കാണിക്കുന്നത്. KC വേണുഗോപാലിന്റെ സംയമനം പാലിച്ചുള്ള പ്രതികരണം താൽക്കാലികമായി വിവാദങ്ങളെ തണുപ്പിച്ചേക്കാം. എങ്കിലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഹൈക്കമാൻഡിന്റെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുമെന്നും നേതാക്കൾക്കിടയിലെ ഈഗോ പോര് അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ വിജയമാണ് പ്രധാനം. എന്നാൽ നേതാക്കൾക്കിടയിലെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ വടംവലി അവരുടെ ആവേശം കെടുത്താൻ മാത്രമേ ഉപകരിക്കൂ.